പണ്ട് എന്നുവെച്ചാൽ 17-ാം നൂറ്റാണ്ട് മുതൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ നാം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു. ദക്ഷിണ ഭാരതത്തിൻ്റെ ഭരണ ചുമതല മദ്രാസ് പ്രസിഡൻസി എന്ന് അറിയപ്പെട്ടിരുന്ന പ്രസിഡൻസി ഓഫ് ഫോർട്ട് സെന്റ് ജോർജ് എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷന് ആയിരുന്നു. അന്ന് ദക്ഷിണ ഭാരതത്തിൽ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഹൈദരാബാദ്, മൈസൂർ, പുതുക്കോട്ടെ, കൊച്ചി എന്നിവയോടൊപ്പം ഉണ്ടായിരുന്ന തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിലാണ് നമ്മുടെ കഥാനായകൻ ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ഛൻ്റെ ജനനം. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകളി സദനം. റവറൻഡ് ഫാദർ മാത്യൂസ് വെട്ടിക്കുന്നേൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽ മംഗലപ്പള്ളി കുടുംബത്തിൽപ്പെട്ട പുന്നശ്ശേരിൽ മത്തായുടെയും പീലിക്കുഴിയിൽ ശോശയുടെയും മൂത്തപുത്രനായി കൊല്ലവർഷം 1082 വൃശ്ചികം 17-ാം തീയതി, അതായത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 1906 ഡിസംബർ 2-ന് ജനിച്ചു. കണ്ണഞ്ചിറ CMS LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തി തദനന്തരം വാകത്താനം ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിൽ, അതായത് ബെസേലിയോസ് UPS സ്കൂളിൽ ചേർന്ന് പഠിച്ചു. ശ്രീഹരിൽ മുൻപൻ ശിവനോടുനാഥൻ ചൊന്നോ ഈനാദം ഹൃദ്യം നിന്നെ ഗ്രഹനായകനാക്കി തന്നീടുന്നേ. പുന്നശ്ശേരിൽ മാത്യൂസ് എന്ന ബാലനെ ഒരു പുരോഹിതനാക്കാൻ ആ കുടുംബം എടുത്ത തീരുമാനത്തിന് പിന്നിൽ രസകരമായ ഒരു സംഭവമുണ്ട് എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞു കേൾക്കുന്നത്. ആദ്യകാലത്ത് വാകത്താനം സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ കൂടി നടക്കുകയായിരുന്നു പുന്നശ്ശേരിൽ ഉൾപ്പെടെയുള്ള മംഗലപ്പള്ളി കുടുംബാംഗങ്ങൾ. അക്കാലത്ത് ഇടവക പൊതുയോഗം കൂടി ആരെ ഇടവക പട്ടക്കാരൻ ആക്കണം എന്ന് ശുപാർശ ചെയ്യുകയായിരുന്നു പതിവ്. തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഇടവക പട്ടക്കാരനായി നിയോഗിക്കണം എന്ന ആവശ്യം വാകത്താനം വലിയ പള്ളിയിലെ പൊതുയോഗം നിരാകരിച്ചതിനാലാണ് വെട്ടിക്കുന്നേൽ പള്ളിയുടെ സ്ഥാപനത്തിലേക്കും പുന്നശ്ശേരിൽ മാത്യൂസ് എന്ന ബാലനെ ഒരു പുരോഹിതനാക്കാൻ ഉള്ള തീരുമാനത്തിലേക്കും എത്തിച്ചേർന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മാത്യൂസ് എന്ന ബാലൻ 13-ാം വയസ്സിൽ മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അന്ന് ഇടവക മെത്രാപ്പൊലീത്ത ആയിരുന്ന ഗീവർഗീസ് മാർ പീലക്യൂനോസ് മെത്രാപ്പൊലീത്തയിൽ നിന്ന്, അതായത് പിന്നീട് 2-ാം കാതോലിക്ക ആയ ഗീവർഗീസ് പ്രഥമൻ ബാവായിൽ നിന്ന് ശമാശപട്ടം സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട മാത്യൂസ് ശമാശൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത് കോട്ടയം MD ഹൈസ്കൂളിൽ ആണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനെ തുടർന്ന് കോട്ടയം CMS കോളേജിൽ ചേർന്ന് 1927 ഇന്റർമീഡിയറ്റ് പരീക്ഷ പാസായി. തുടർന്ന് കോട്ടയം വൈദിക സെമിനാരിയിൽ നിന്ന് വൈദിക വിദ്യാഭ്യാസം നടത്തി. 1930 ഡിസംബർ 1-ാം തീയതി പാമ്പാടി കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയിൽ നിന്ന് കശീശപ്പട്ടം സ്വീകരിച്ചു. 1930 ഡിസംബർ 8-ാം തീയതി വെട്ടിക്കുന്നേൽ പള്ളിയിൽ പുത്തൻ കുർബാന ചൊല്ലി ഇടവകയുടെ വികാരിയായി സ്ഥാനമേറ്റു. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് 1999 സെപ്റ്റംബർ 23-ാം തീയതി നിര്യാതനായ നമ്മുടെ പുന്നശ്ശേരിൽ M. മാത്യൂസ് കത്തനാർ അവരുടെ 25-ാം ഓർമ്മ ദിനം ആഘോഷമായി ഇന്ന് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അച്ഛനെ പറ്റിയുള്ള പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. 32-ലാണ് അച്ഛൻ പട്ട വയ്ക്കുന്നത്. ആ പട്ട വയ്ക്കുമ്പോൾ എനിക്ക് കൃത്യം 5 വയസ്സാണ്. ഞാൻ 27-ലാണ് ജനിച്ചത്. അപ്പോൾ 5 വയസ്സുണ്ട് പട്ട വയ്ക്കുമ്പോൾ. അപ്പോൾ അച്ഛനെ പറ്റിയുള്ള എനിക്കുള്ള ഏറ്റവും പഴയ ഓർമ്മ, അച്ഛൻ പുത്തൻ കുർബാന ചൊല്ലിയ
ആ ദിവസമാണ്. വെട്ടിക്കുന്ന് പള്ളിയിൽ പുത്തൻ കുർബാന ചൊല്ലി വീട്ടുകയറ്റം നടക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് പുത്തൻ കുർബാന ചൊല്ലി വീട്ടുകയറ്റം നടത്തുക. അപ്പോൾ ആ ചടങ്ങിന് കുർബാനയും കഴിഞ്ഞ് അച്ഛനെ ആഘോഷമായിട്ട് റാസയായിട്ട് മുത്തുക്കൂട്ടയും ഒക്കെ പിടിച്ച് ആളുകൾ കൂട്ടമായിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന ഒരു രംഗം എൻ്റെ മനസ്സിൽ ഉണ്ട്. ഓർമ്മയേ ഉള്ളൂ. ഞാൻ ആ കൂട്ടത്തിൽ പോയോന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ വെട്ടിക്കുന്നപ്പോഴുള്ള മുറ്റത്ത് നിന്നുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ റോഡേ കൂടെ ഇങ്ങനെ കൊടയും അലങ്കാരങ്ങളൊക്കെ ആയിട്ട് ആളുകളിങ്ങനെ പുറകുന്നു. അച്ഛൻ പട്ടവേറ്റ് മേക്കെട്ടിയുടെ കീഴിലായിട്ട് അച്ഛനെയും ആഘോഷമായിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അതാണ് എനിക്ക് ഏറ്റവും പഴയ ഓർമ്മ. എത്ര കേട്ടാലും മതി വരാത്ത നല്ല ഒരു കുർബാന. അത് ആസ്വദിക്കുവാനും അതിൻ്റെ സ്വർഗീയമായ ആ ഇമ്പം അനുഭവിച്ചറിയാനും എന്നെപ്പോലെ തന്നെ പലർക്കും സാധിച്ചിട്ടുണ്ട്. എല്ലാവരും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വസ്തുതയുമാണത്. അച്ഛൻ പരിശീലിപ്പിച്ച പല വ്യക്തികളും അവരുടേതായിട്ടുള്ള രീതിയിൽ കുർബാന ഗീതങ്ങളും നമസ്കാര ഗീതങ്ങളൊക്കെ ഈ സുറിയാനിൽ അഭ്യസിക്കുകയും അത് പലർക്കും ചൊല്ലിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പിതാവിൽ നിന്നാണ് ഞാൻ പ്രഭാത നമസ്കാരത്തിലെ പ്രഭാത നമസ്കാരം ഞാൻ കേട്ടു പഠിക്കുന്നത്. അങ്ങനെ മറക്കാത്ത ചില അനുഭവങ്ങൾ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, എൻ്റെ പിതാവിന് ലഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ അനുസ്മരിക്കുവാൻ സന്തോഷമേ ഉള്ളൂ. മംഗലപ്പള്ളി കുടുംബത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ അച്ഛൻ സുസ്ഥിരമായ സേവനമാണ് അനുഷ്ഠിച്ചിട്ടുള്ളത്. അച്ഛൻ ചെയ്ത വലിയ കാര്യങ്ങൾ അച്ഛൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക്, അധ്യക്ഷൻ എന്ന നിലയ്ക്ക് കുടുംബത്തിൻ്റെ വേരുകളെ സംബന്ധിച്ച് അഗാധമായിട്ടുള്ള ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് അച്ഛന് സാധിച്ചിട്ടുണ്ട്. അപാരമായ ഓർമ്മശക്തി കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ പുന്നച്ചേരിൽ അച്ഛൻ. അതുപോലെ തന്നെ അച്ഛനെ ആരോഗ്യം അനുവദിച്ച കാലത്തോളം കുടുംബയോഗത്തിൻ്റെ യോഗങ്ങളിൽ അദ്ദേഹം വന്ന് സംബന്ധിക്കുകയും ആ കാര്യങ്ങളിൽ അച്ഛൻ്റെ പ്രത്യേകമായ നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ളത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഏറെക്കുറെ ഒരു നൂറ്റാണ്ട് കാലം വളരെ ഭംഗിയായി ശ്രേഷ്ഠമായി ദൈവികമായ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ട് സഭാ ശുശ്രൂഷയിലെ മഹത്തരമായ സംഭാവനകൾ നിർവഹിച്ച് നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ വന്ദനായ പുന്നശ്ശേരിൽ മാത്യൂസ് അച്ഛൻ്റെ സ്മരണയ്ക്ക് മുമ്പായി എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ വൈദിക ശുശ്രൂഷയ്ക്കായി നയിക്കുന്നതിൽ അച്ഛൻ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ പ്രായം കൊണ്ട് ഏറെക്കുറെ അരനൂറ്റാണ്ട് അകലമുണ്ടെങ്കിലും എൻ്റെ ബാല്യകാലത്തിലും യൗവന കാലഘട്ടത്തിലും അച്ഛൻ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ദൈവികമായ ശുശ്രൂഷകൾ കാണുന്നതിനും അത് ബാല്യകാര്യങ്ങൾ പഠിക്കുന്നതിനും അച്ഛൻ്റെ സാന്നിധ്യം എനിക്ക് വളരെ അനുകൂലമായി തീർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനെ കാണുന്ന മാത്രമേ തന്നെ അച്ഛൻ്റെതായ വ്യക്തിത്വം ആരെയും ആകർഷിക്കുന്നതായ ഒരു രീതിയിലുള്ളതായിരുന്നു. നല്ല വെളുത്ത് സുമുഖനായ ഒരു ശ്രേഷ്ഠ വൈദികൻ, സാമാന്യം നല്ല ഉയരവും നല്ല സൗന്ദര്യവും അതിലുപരിയായി സംസാരത്തിലുള്ളതായ പ്രാവീണ്യവും ഭംഗിയായി പാട്ടുപാടുന്നതിലും ആരാധന നടത്തുന്നതിലൊക്കെയുള്ളതായ അച്ഛൻ്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സാന്നിധ്യം ആരിലും ഒരു ആകർഷണം ഉളവാക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അച്ഛൻ്റെ ജീവിതത്തെപ്പറ്റി എൻ്റെ ഓർമ്മയിലേക്ക് വരുമ്പോൾ ഈ ദേവാലയത്തിൽ അച്ഛൻ ഏറ്റവും ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണ് ശുശ്രൂഷയുമായി കടന്നു വരുന്നതും ഞാൻ അച്ഛനെ കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ. എൻ്റെ അറിഞ്ഞു കേട്ടതായ വിവരങ്ങളനുസരിച്ച് ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമായപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ആരാധനയ്ക്കുള്ളതായ അച്ഛന്മാരെ കിട്ടുക വല്ല പ്രയാസമുള്ളതായ അനുഭവമായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ പട്ട വയ്ക്കുന്നത് വരെ എവിടെ നിന്നെങ്കിലും
ഏതെങ്കിലും അച്ഛൻ വല്ലപ്പോഴും ഒക്കെ വന്ന് കുർബാന ചെല്ലുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. അത് തിരുവല്ലായിൽ നിന്നും പുതുപ്പള്ളിയിൽ നിന്നും ഒക്കെ വന്നെന്നോട്ടാണ് കേൾക്കുന്നത്. എന്നെ മാമോദിസ മുക്കി തന്നെ വേങ്ങയിൽ അച്ഛനെന്ന് കേട്ട തിരുവല്ലാക്കാരൻ അച്ഛനാണെന്നാണ് പറയുന്നത്. എന്നെ 27 മാമോദിസ മുങ്ങുന്നത്. അങ്ങനെ അച്ഛൻ പട്ടവേക്കുന്ന ആ ഡേറ്റ് വരെ ഇവിടെ അച്ഛന്മാർ ആരുമില്ല. വല്ലപ്പോഴും ഏതെങ്കിലും അച്ഛൻ വന്ന് കുർബാന ചെല്ലും. അത്യാവശ്യത്തിന് കല്യാണമോ മാമോദിസായോ മരണമൊക്കെ ഉണ്ടെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ ആരെങ്കിലും ഒരച്ഛനെ വിളിച്ച് നടത്തും. അങ്ങനെ പള്ളി എന്ന് പറഞ്ഞ പേരേ ഉള്ളൂ, ഒരു കാര്യവും നടക്കാതെ പോവുമായിരുന്നു. എന്നാൽ അച്ഛൻ പട്ടമേറ്റ് ഇവിടെ വികാരിയായതോടുകൂടി അച്ഛൻ പള്ളിയിൽ തന്നെ താമസവുമായിരുന്നു. പള്ളിയുടെ ഒരു വശത്തൊരു ചെറിയൊരു മുറി നിർമ്മിച്ച് അവിടെ ദേറാപ്പട്ടക്കാരനുള്ള നിലയ്ക്ക് പള്ളിയിൽ തന്നെ അച്ഛൻ താമസമായിരുന്ന ഓർക്കുന്നത്. അങ്ങനെ പള്ളിയിൽ താമസമായി പള്ളിക്കാര്യങ്ങളുമായപ്പോഴത്തേക്ക് പള്ളി ഒരു പുതിയ രീതിയിലായി. ത്രൂ ഔട്ട് അച്ഛൻ പള്ളിയിലുണ്ട്, എല്ലാ ഞായറാഴ്ചയും കുർബാനയുണ്ട്. അതിൻ്റെ കൂടെ പള്ളിയിൽ നടക്കേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. സൺഡേ സ്കൂള്, സ്ത്രീ സമാജം, യുവജന സമാജം എന്ന് വേണ്ട പള്ളിയിൽ നടക്കേണ്ട കാര്യങ്ങളെല്ലാം സൺഡേ സ്കൂളിലാണെങ്കിൽ അച്ഛൻ കൂടി സൺഡേ സ്കൂൾ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഭംഗിയായിട്ട് 3-4 വർഷം പള്ളി നടന്നുപോയി. അച്ഛൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പമായിരുന്നു. കേൾക്കുന്നവരതിൽ രസിക്കും, സന്തോഷിക്കും, ആനന്ദിക്കും. അത്ര മനോഹരമായ കുർബാനയായിരുന്നു അച്ഛൻ്റേത്. പള്ളം സെൻറ്റ് പോൾസിൽ അപ്പോൾ ഒരച്ഛനെ ആവണമെന്നും പറഞ്ഞ് അവർ വന്ന് ഇങ്ങനെ അച്ഛനെ വിളിച്ചു. അപ്പം ഇവിടെ ഇനിയൊന്നും എല്ലാ ഞായറാഴ്ചയും വേണ്ട, 1.5 വീട്ടിൽ മതിയെന്നും പറഞ്ഞ് അച്ഛൻ അവിടെ സെൻറ്റ് പോൾസ് പള്ളിയിൽ പോയി. അവിടെ വെച്ചാണ് E.T. തോമസ് എടുത്തും പഠിക്കലെ പ്രൊഫസർ E.T. തോമസ് പുള്ളി യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറാണ്. അങ്ങനെ അച്ഛനെ കണ്ട് അച്ഛൻ്റെ കുർബാനയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ അങ്ങേർക്ക് വലിയ ഇഷ്ടമായി. എന്തുവേണ്ടി മനോഹരമായ കുർബാന കാരണം E.T. തോമസിൻ്റെ നിർബന്ധത്തിൽ അച്ഛൻ തിരുവനന്തപുരത്തിൽ പോയത്. അങ്ങനെയാണ് നമുക്ക് ഈ പള്ളിയിലെ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയത്. അച്ഛൻ ഈ 4 വർഷങ്ങളോട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാൽ അത്ഭുതകരമാണ്. അച്ഛൻ വരുന്നതിന് മുമ്പ് കപ്പ്യാരെന്ന് പറയുന്നത് കുന്നേലോലഹന്നൻ കുറേ നാൾ നടത്തി. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ കാലം വന്നപ്പം പട്ടുകണ്ടം കറിയാച്ചേട്ടനാണ്, ഒറ്റ ഒരാളേ ഉള്ളൂ കപ്പ്യാരുടെ സ്ഥാനത്ത് മധുവായി കയറാൻ. അതെല്ലാ കാര്യങ്ങളും ആ കപ്പ്യാർ തന്നെ ചെയ്യണം. തിരശ്ശീല വരിക്കുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും മണിയടിക്കുന്നതും പ്രതിവാക്യം ചൊല്ലുന്നതും എല്ലാം ഒരാളേ ഉള്ളൂ. അതൊരു തമാശയായിരുന്നു കാണാൻ. ചെല്ലുന്നതെല്ലാം ഈ ഒറ്റൊരാളെ കൊണ്ട് ചെയ്യണം. കുത്തിയെല്ലാം കാണാപ്പഴം പഠിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സുറിയാനിയ, അതുകൊണ്ട് അതൊക്കെ ചെല്ലി അങ്ങനെ പോകും. സുറിയാനിയിലുള്ള അച്ഛൻ്റെ അഗാധമായ പാണ്ഡിത്യം എടുത്തു പറയേണ്ട ഒന്നാണ്. പഴയ കാലങ്ങളിൽ സുറിയാനി സംബന്ധമായുള്ള ആരാധനയായിരുന്നു നിലവിലിരുന്നത്. അച്ഛൻ്റെ ശിഷ്യഗണത്തിൽ സുറിയാനി അഭ്യസിച്ചവരായ പഴയ തലമുറയിലെ ചില പിതാക്കന്മാരെ ഓർമ്മ വരികയാണ്. അതിൽ കളപ്പുരക്കലെ മർക്കോച്ചായൻ, വാഴക്കലെ മർക്കോച്ചായൻ, എൻ്റെ പിതാവായ ആലഞ്ചേരി കുഞ്ഞുകൊച്ച്, ഇവരെ കൂടാതെ മറ്റു പലരും അച്ഛൻ്റെ ഗായസംഘത്തിലെ അംഗങ്ങളായിരുന്നു. നല്ല രീതിയിൽ സുറിയാനി ഗീതങ്ങൾ അച്ഛൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അച്ഛൻ്റെ ശിഷ്യഗണത്തിൽ അംഗങ്ങളായി അവരെ എണ്ണുകയും അച്ഛൻ്റെ ആരാധനയിൽ അവരുടെ സേവനം അച്ഛൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്തത് എൻ്റെ പിതാവ് പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്.
തിരുവനന്തപുരത്തെയും മദ്രാസിലെയും പ്രമുഖരായ ആളുകളുടെ പരിചയമുണ്ടായിരുന്നതിനാൽ അച്ഛൻ അവരിൽ നിന്നൊക്കെയും പണം സമാഹരിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ മൂന്നാറിലൊരു ദേവാലയം പടുത്തുയർത്തുകയും വിനോദസഞ്ചാരികളൊക്കെയും വരുമ്പോൾ താമസിക്കത്തക്കവണ്ണം പള്ളിയോട് ചേർന്ന് തന്നെ അതിനാവശ്യമായ ചില നിർമ്മാണ പ്രവർത്തനമൊക്കെ അച്ഛൻ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. മൂന്നാർ പള്ളിയിൽ ഞാൻ ഒരിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ അവിടുത്തെ പ്രായമുള്ള ആളുകൾ അച്ഛനെപ്പറ്റി പറഞ്ഞതായ നല്ല സ്മരണകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. എന്നാൽ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇടവകയിലെ ഒരു തരം ഭർത്താവിനും പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ള പഴഞ്ചിറ സ്കൂളിൽ 5ലും 6ലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന 4-5 പിള്ളേരെ പിടിച്ച് മധുവായി കയറ്റി. വാഴയ്ക്കലെ മർക്കോച്ചൻ, കളപ്പരയ്ക്കലെ മർക്കോച്ചൻ, കറിയാച്ചൻ, ആലഞ്ചിയിലെ കുഞ്ഞുകൊച്ച്, കുട്ടി, ഇവരൊക്കെയായിരുന്നു അന്ന് ഒരു 12-13 വയസ്സുണ്ട് അവർക്കൊക്കെ. ആ പ്രായത്തിലുള്ള അവരെ മധുവായിലെ ശുശ്രൂഷക്കാരായിട്ട് അവരെ കൂടെ കയറ്റി അച്ഛനോടി ഉള്ളതുകൊണ്ട് അവരെ എല്ലാ ദിവസവും വൈകിട്ട് വന്ന് അച്ഛൻ്റെ കൂടെ ഇരുന്ന് പാടാനും വായിക്കാനും പിന്നെ ചടങ്ങുകളെല്ലാം അവരെ പഠിപ്പിച്ചു. അപ്പം വളരെ ഭംഗിയായിട്ട് കുർബാന ഭംഗിയായിട്ട് നടന്നു. എല്ലാ കാര്യങ്ങൾക്കും അവരെ പഠിപ്പിച്ച് അങ്ങനെ ആരാധനാക്രമങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ട് ശ്രമിച്ചു. മർക്കോച്ചനൊക്കെ ആണെങ്കിൽ നല്ല പാട്ടുകാരുമാണ്, കുഞ്ഞുച്ചുമൊക്കെ ആണെങ്കിൽ നല്ല പാട്ടുകാരായിരുന്നു. അന്ന് സുറിയാനിയാണ് ഒത്തിരി, മലയാളത്തിൽ അധികമില്ല. മലയാളത്തിൽ പാട്ട് വളരെ വളരെ കുറവാണ്. ആ പഴയ അൻപുടയോനെയും പൂവിലാശേഷവും ഒക്കെ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സുറിയാനിയില്ല. അച്ഛനെ സംബന്ധിച്ച് പറയുമ്പോൾ അച്ഛൻ ബാല്യകാലത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിൽ ഭാഗ്യം ലഭിച്ചതായ വ്യക്തിത്വമായിരുന്നു. അന്നത്തെ കാലത്ത് വൈദികർക്കൊക്കെയും വിദ്യാഭ്യാസം സാമാന്യ വിദ്യാഭ്യാസം മാത്രമായിരുന്നു എങ്കിൽ ബഹുമാനപ്പെട്ട അച്ഛൻ അന്ന് കോട്ടയം CMS കോളേജിൽ പോയി കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് വൈദിക സെമിനാറിലെ വിദ്യാഭ്യാസത്തിന് പോയതും പൂർത്തീകരിച്ചതും. അപ്രകാരം കോളേജ് വിദ്യാഭ്യാസം ലഭിച്ചതായ വൈദികർ അന്ന് സഭയിൽ വളരെ പരിമിതമാണ്. ബഹുമാനപ്പെട്ട അച്ഛന് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അച്ഛനെ പ്രസംഗത്തിനും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിലുള്ളതായ പ്രാവീണ്യമൊക്കെയും വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിന് സാധിച്ചിരുന്നു. അച്ഛൻ്റെ ഈ ദേവാലയത്തിലെ ശുശ്രൂഷ വളരെ ശ്രേഷ്ഠമായി നിർവഹിച്ചു വരവെയാണ് അച്ഛൻ്റെ ആരാധനയിലും വ്യക്തിത്വത്തിലുള്ളതായ കഴിവ് മനസ്സിലാക്കി തിരുവനന്തപുരത്തെ അന്നത്തെ നമ്മുടെ പള്ളിയിലെ പ്രമുഖർ അച്ഛനുമായിട്ട് നേരിട്ട് കാണുകയും സംസാരിക്കുകയും അച്ഛൻ്റെ വലിയ താല്പര്യമില്ലാതെ തന്നെ അച്ഛനെ അവർ ആഗ്രഹിക്കുകയും പ്രത്യേകമായ നിയോഗത്താൽ അച്ഛൻ തിരുവനന്തപുരം പള്ളിയിലെ വികാരിയായി നിയമിതനാകുകയും ചെയ്തു. വ്യക്തിപരമായി അച്ഛനോട് എനിക്കുള്ള ഒരു അടുപ്പമെന്ന് പറയുന്നത് ഒരു മകനെ എന്ന നിലയിൽ അച്ഛനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. ഞാൻ പട്ടമേറ്റ് വൈദിക പട്ടം സ്വീകരിച്ച് അച്ഛനെ ആദ്യമായി കാണുവാനായിട്ട് ചെല്ലുമ്പോൾ അച്ഛൻ എനിക്ക് സമ്മാനമായി തന്നത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന ധൂപക്കുറ്റിയും അച്ഛൻ ഉപയോഗിച്ചിരുന്ന കുർബാന തക്സായും അച്ഛൻ ഉപയോഗിച്ചിരുന്ന ആണ്ട് തക്സായും മുതലായ പുസ്തകങ്ങളാകണം. ഇത് വളരെ നിധിയോടെ ഞാൻ ഇപ്പോഴും അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും അച്ഛനെ എൻ്റെ കുർബാനയിൽ ഓർക്കാത്ത ഒരു ദിവസം, കുർബാന ചൊല്ലാത്ത ദിവസമില്ല. എപ്പോഴും ഒരു പിതാവിനെ എന്നതുപോലെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അച്ഛനോടുള്ള കടമയും കൃതജ്ഞതയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ സ്മരണകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. ഞാൻ ഓർക്കുക നമ്മുടെ ജോൺ പീലിപ്പോസ് മന്ത്രിയാണ്, നമ്മുടെ മന്ത്രിസഭയാണ്. ജോൺ പീലിപ്പോസൊക്കെ മന്ത്രിയാണ്. പുള്ളിയൊക്കെ ഇങ്ങനെ പള്ളിയിൽ വന്നിങ്ങനെ നിന്ന് തുപദിന സമയത്തൊക്കെ നിലത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന ഞാനിപ്പോഴും ഓർക്കുകയാണ്. അങ്ങനെ അച്ഛൻ അവിടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്, വളരെ ഭംഗിയായിട്ട്. അങ്ങനെ പോയി അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, ഒരു അവധി ദിവസം ശനിയാഴ്ച പറ്റിയ 2 പേരും നാളെ ഉച്ചയാകുമ്പം അങ്ങോട്ട് വരണം, നിങ്ങളുടെ ഭക്ഷണം ഞാനാ തരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ, ഞാനും വർക്കിയും കൂടെ അവിടെ ചെന്നു. അച്ഛൻ ഞങ്ങളെയും കൂട്ടി തിരുവനന്തപുരത്തെ ഒരു ബിരിയാണി ഹോട്ടലുണ്ട്, ആസാദ് ഹോട്ടൽ. ഞാനിപ്പോഴും പേരെനിക്ക് ഓർമ്മയുണ്ട്, ആസാദ് ഹോട്ടലിന് എൻ്റെ പേര്. അത് തിരുവനന്തപുരത്താണ്ടാവും, പുളിമൂട് ജംഗ്ഷൻ അടുത്താണ്.
ഞാനോട് താമസം എനിക്ക് സ്ഥലങ്ങളൊക്കെ പരിചയമാണ്. പുളിമൂട് ജംഗ്ഷൻ അടുത്തായിട്ടാണ് ഈ ആസാദ് ഹോട്ടൽ. ഞാൻ പിന്നെ പലപ്പോഴും തിരുവനന്തപുരത്ത് പോയപ്പോൾ നടക്കുന്നുണ്ട്. എൻ്റെ അത് കൂടെ കിടന്നു പോകുമ്പോൾ മണമാണ്, ബിരിയാണിയുടെ മണം. അത് മുസ്ലിംസാ. അന്ന് എത്രയാ 25 കൊല്ലം മുമ്പ്. അപ്പോൾ അന്ന് ഈ ബിരിയാണി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി അച്ഛൻ ഞങ്ങൾക്ക് ബിരിയാണി മേടിച്ചു തന്നു. ഞങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യം ബിരിയാണി കഴിക്കുന്നത് അന്ന് എവിടെ വെച്ചാൽ അച്ഛൻ മേടിച്ചു തന്നതാ. അതൊക്കെ ഓരോ ഓർമ്മ, സന്തോഷിക്കുന്ന രസിക്കുന്ന ഓർമ്മകളാണ്. അച്ഛൻ ശാരീരികമായ ക്ഷീണത്തിലൊക്കെ ആയിരിക്കുന്ന ഒരു സമയത്ത് അച്ഛനെ കാണുവാൻ പോയപ്പോൾ അച്ഛൻ കൊഹനീത്തായുടെ ഒരു പുസ്തകം എടുത്ത് എനിക്ക് തന്നുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുസ്തകമാണ്, എനിക്കിനിയും ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ മരിക്കുമ്പോൾ അച്ഛൻ ഈ പുസ്തകം ഉപയോഗിച്ചു വേണം എൻ്റെ ശുശ്രൂഷ സംബന്ധിക്കുവാനെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊഹനീത്ത പുസ്തകം എനിക്ക് നൽകിയത് ഞാൻ ഈ സമയത്ത് പ്രത്യേകം ഓർക്കുകയാകുന്നു ചെയ്യുന്നത്. ആ ഒരു ദൗത്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചു എന്നാണ് എനിക്കിപ്പോൾ സാക്ഷിപ്പാനുള്ളത്. അച്ഛൻ എന്നെ കരുതിയിരുന്നു, ഈ ദേവാലയത്തെ കരുതിയിരുന്നു, സഭയെ കരുതിയിരുന്നു. അച്ഛനെ ഏൽപ്പിച്ച എല്ലാ ഇടങ്ങളിലും അച്ഛനാലാവത് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നിർവഹിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ളതായ പട്ടണത്തിലെ പള്ളിയിലെ ദീർഘനാളുകൾ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യവും പദവിയും തന്നെയാണ്. അതുപോലെ മദ്രാസ് ഇടവകയിലും ആ ഒരു ശ്രേഷ്ഠമായ രീതിയിൽ അച്ഛൻ പ്രവർത്തിക്കാൻ സാധിച്ചു. അച്ഛൻ്റെ അവസാന സമയത്ത് ദേവാലയമായ മൂന്നാറിലെ ആളുകൾ ഇന്നുള്ളവരൊക്കെയും അച്ഛൻ്റെ സ്മരണ ഏറ്റവും അനുഗ്രഹകരമായി സ്മരിക്കുന്നത് ഇന്നും കേൾക്കുവാൻ കഴിയും. എൻ്റെ ജീവിതത്തിനും ആത്മീയമായ വളർച്ചയ്ക്ക് അച്ഛൻ ചെയ്തതായ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർക്കുന്നു. 25ാമത്തെ ഓർമ്മ ആഘോഷിക്കുന്ന ഈ സമയത്തിൽ എൻ്റെ പ്രാർത്ഥനാ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധമായ നന്ദിയും കടപ്പാടും അച്ഛൻ്റെ മുമ്പാകെ അറിയിച്ചു കൊള്ളുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, വാഗ്ദാനത്തെ വെട്ടിക്കുന്നേൽ പുന്നശ്ശേരിൽ മാത്യൂസ് അച്ഛൻ്റെ 25ാം ചരമവാർഷികം ആഘോഷിക്കുന്ന ഈ സമയം എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും അച്ഛൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരുന്നു. അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ. ഇമ്പങ്ങളുടെ വർദ്ധീസായ ദൈവം നമ്പുരാൻ അച്ഛനെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെട്ടിക്കുന്ന് സെന്റ് ജോർജ് പള്ളിയുടെ മാത്യൂസ് അച്ഛൻ ഒരു സന്യാസ വൈദികനായി മലങ്കര സഭയിലുടനീളം തന്റെ ശുശ്രൂഷ നിർവഹിച്ചു. സ്വദേശത്തും വിദേശത്തുമെല്ലാം മലങ്കര സഭയുടെ ഉത്തമ വൈദികനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായിട്ട് 25 വർഷം പൂർത്തിയാകുന്ന ഈ സമയം നല്ലൊരു സാക്ഷ്യം ലോകത്തിന് നൽകി, സമൂഹത്തിന് നൽകി, തൻ്റെ ജന്മനാടിന് നൽകി. എല്ലാവിധ അനുഗ്രഹങ്ങളോടുകൂടെ തൻ്റെ ജനതയെ നയിക്കുവാനുള്ള സമർപ്പണവും
ദൈവസാക്ഷ്യമുള്ള ഒരു പുരോഹിതനായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കും. ദൈവനാമം മാത്രമല്ല, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ വെട്ടിക്കുന്നേൽ സെന്റ് ജോർജ് പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മംഗലപ്പള്ളി പുന്നശ്ശേരിയിൽ മാത്യൂസ് അച്ഛന്റെ മഹത്വപ്രവേശത്തിന്റെ രജത ജൂബിലി സമയമാണല്ലോ ഇപ്പോൾ. തീർച്ചയായും ഒരു ദൈവത്തിന്റെ പുരോഹിതൻ ഭൂമിയിൽ ജീവിച്ച് ദൈവിക ശുശ്രൂഷ നടത്തിയ അനേക കാര്യങ്ങളെ ദൈവത്തെ പിടിക്കുവാൻ പ്രേരിപ്പിച്ച് ഇപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണ തലമുറകൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. ഒരു സന്യാസ പുരോഹിതൻ എന്ന നിലയിൽ മലങ്കര സഭയിൽ ശോഭിച്ച ഒരു വന്യ പുരോഹിതനാണ് വന്യനായ മാത്യൂസ് അച്ഛൻ. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ വളരെ വിസ്തൃതമായ ഒരു ലോകത്തായിരുന്നു. തിരുവനന്തപുരം പാളയം സെന്റ് ജോർജ് പള്ളിയിൽ ആരംഭിച്ച് മദ്രാസ് ബ്രോഡ്വേ കത്തീഡ്രലിൽ തുറന്ന് തിരിച്ച് പല ദേശങ്ങളിൽ പോയി പല സ്ഥലങ്ങളിൽ ശുശ്രൂഷ നടത്തി മൂന്നാർ വന്ന് അവിടെയുള്ള ദേവാലയങ്ങളിൽ ശുശ്രൂഷിച്ച് തിരിച്ച് കോട്ടയത്ത് വന്ന് സ്വന്തം ഭവനത്തിൽ വിശ്രമിച്ച് ദൈവസ്ഥനിലേക്ക് വാങ്ങിപ്പോയ ഒരു പിതാവാണ് വന്ദനായ മാത്യൂസ് അച്ഛൻ. സഞ്ചരിക്കുന്ന പള്ളികളാണ് ദൈവിക പുരുഷന്മാരായ പുരോഹിതന്മാർ എന്നത്. അവർ തന്നെ ദേവാലയങ്ങളായി ദേവാലയത്തിലെ വസ്തുക്കൾ ചുമന്നുകൊണ്ട് ദൈവജനത്തെ തങ്ങളുടെ തോളിലും നെഞ്ചിലും നെറ്റിയിലും വഹിച്ച് മനോഹരമായ ഒരു യാത്ര ചെയ്യുന്നവരാണ്. ആ യാത്ര ഈ ഭൂമിയിൽ ഈ പ്രിയപ്പെട്ട പിതാവ് ചെയ്തു. മലങ്കര സഭയിൽ ആധ്യാത്മിക സംഘടനകൾ, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ, മധുരി സമാജം, പ്രസ്ഥാനം, ഇതൊക്കെ ഭംഗിയായി ഓർഗനൈസ്ഡായി ലാഭം ചെയ്തു വരുന്ന കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പിതാവ് എന്ന നിലയ്ക്ക് അവയുടെയൊക്കെ വളർച്ചയിൽ ഒരു നല്ല സാന്നിധ്യമായി അദ്ദേഹവും ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സ്വർഗത്തിൽ 25 വർഷമായി സഭയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മാതൃഇടവകയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ നിറവേറ്റിയ പൂജ സ്വർഗത്തിലും ക്രിസ്തുവിനോട് ചേർന്നിരുന്നുകൊണ്ട് നിറവേറ്റി മുന്നോട്ട് പോകുവാൻ നിത്യ ജീവിത കാലഘട്ടത്തിൽ ഈ വന്യപിതാവിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർമ്മകൾക്ക് മുമ്പിൽ സ്നേഹപുഷ്പം സമർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വാകത്താനം വെട്ടിക്കുന്നേൽ സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പുന്നശ്ശേരിൽ PM മാത്യൂസ് അച്ഛന്റെ 25ാം ചരമവാർഷികം 2024 സെപ്റ്റംബർ മാസം 23-ാം തീയതിയാണ്. ഈ സഭയിലെ ഒരു അനുഗ്രഹീത പട്ടക്കാരനായി ശുശ്രൂഷ അനുഷ്ഠിച്ച ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പ്രിയപ്പെട്ട അച്ഛന്റെ ചരമ രജത ജൂബിലി സമുചിതമായി 2024 സെപ്റ്റംബർ മാസം 29-ാം തീയതി ഞായറാഴ്ച ഈ ഇടവകയിൽ ആചരിക്കപ്പെടുകയാണ്. 1906 ഈ ഭൂമിയിൽ ജനിച്ച പ്രിയപ്പെട്ട അച്ഛൻ 1919 കാരിച്ചുറ തിരുമേനിയിൽ നിന്നും നെസബ്രോനോ പട്ടം സ്വീകരിച്ചതുവഴിയാണ് ഈ സഭയിലെ പട്ടത്ത് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. 1999 93-ാം വയസ്സിൽ നിര്യാതനാകുന്നതുവരെയും ഈ സഭയിലെ ഒരു ഉത്തമ പട്ടക്കാരനായി ശുശ്രൂഷ നിർവഹിപ്പാൻ സർവശക്തനായ ദൈവം പ്രിയപ്പെട്ട അച്ഛനെ സഹായിച്ചു. ആയതിന് നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിച്ച പ്രിയപ്പെട്ട അച്ഛൻ ഇതേ തുടർന്ന് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ സെയിന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയുടെ 2ാമത്തെ വികാരിയായിട്ടാണ് നിയമിതനാകുക. ഏതാണ്ട് 15 വർഷക്കാലം ആ ഇടവകയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ച അച്ഛൻ
അതേ തുടർന്ന് മദ്രാസ് ബ്രോഡ്വേ സെയിന്റ് തോമസ് കത്തീഡ്രലിന്റെ വികാരിയായി സേവനമനുഷ്ഠിക്കുകയുണ്ടായി. പിന്നീട് മൂന്നാർ പള്ളിയുടെ വികാരിയായും ആ ഇടവകയുടെ സ്ഥാപക വികാരി എന്ന നിലയിൽ അതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം അച്ഛൻ നേതൃത്വം നൽകി. 12 വർഷക്കാലം അവിടെ പ്രവർത്തിച്ച അച്ഛൻ തിരിച്ചു നാട്ടിലേക്ക് വരികയും ഇവിടെയുള്ള വിവിധ ഇടവകകളിൽ സഹവികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. വാർദ്ധക്യ സഹജമായ ക്ഷീണാവസ്ഥയിൽ അർമേനിയയിലേക്ക് പ്രവേശിച്ച അച്ഛൻ അനുഗ്രഹീതമായിട്ട് ഈ ലോകത്ത് ജീവിച്ചാണ് ദൈവസന്നിധിയിലേക്ക് തന്റെ 93-ാം വയസ്സിൽ വാങ്ങിപ്പോകുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ്റെ 25-ാം ഓർമ്മ ആചരിക്കുന്ന ഈ അവസരത്തിൽ അച്ഛനെ കുറിച്ചുള്ള അനുസ്മരണങ്ങളും അച്ഛന്റെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം എന്ന നിലയിലാണ് ഇപ്രകാരം ഒരു വീഡിയോ പ്രത്യേകമായിട്ടും ക്രമീകരിക്കപ്പെടുന്നത്. അച്ഛനെ കുറിച്ചുള്ള അനുസ്മരണങ്ങളാണ് പ്രത്യേകമായിട്ടും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെങ്കിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ ഒരു പ്രകാശനവും ഇതുവഴി നടത്തപ്പെടുകയാണ്. ഇപ്രകാരം ഒരു വീഡിയോ ക്രമീകരണത്തില് അനുഗ്രഹീത സന്ദേശം നൽകിയ മലങ്കര സഭയുടെ തലവനും മലങ്കര നസ്രാണികളുടെ പിതാവുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് 3-ാമൻ കാതോലിക്ക ബാവ തിരുമേനസിനോടുള്ളതായ നന്ദി സ്നേഹവും അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഈ സമയം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോട്ടയം ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്ത ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്പോറോസ് തിരുമനസ് കൊണ്ട് ഈ ഒരു വീഡിയോ സന്ദേശം വഴി അനുഗ്രഹ ആശംസകൾ നേരുകയും 29-ാം തീയതിയിലെ വിശുദ്ധ കുർബാന ഈ ദേവാലയത്തിൽ അർപ്പിച്ച് ബഹുമാനപ്പെട്ട അച്ഛന്റെ ഓർമ്മ ഏറ്റവും ഭംഗിയായിട്ട് ക്രമീകരിക്കുകയും ചെയ്തു. വന്യപിതാവിനോടുള്ളതായ നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. അച്ഛന്റെ ഓർമ്മ പെരുന്നാളിൽ വന്ന് പങ്കെടുത്തിരിക്കുന്ന വന്യരായ കോർപ്പിസ്കോപ്പച്ചന്മാര്, വന്യരായ വൈദികര് എല്ലാവരും നന്ദിയോടുകൂടെ തന്നെ ഓർക്കുന്നു. പ്രത്യേക ഈ വീഡിയോയിൽ അച്ഛനെ കുറിച്ചുള്ളതായ അനുസ്മരണകൾ നടത്തിയിട്ടുള്ളതായ വന്യ പുരോഹിതരോട് എല്ലാവരോടുമുള്ളതായ നന്ദി സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ അച്ഛനെ കുറിച്ചുള്ള അനുസ്മരണങ്ങൾ നടത്തിയിട്ടുള്ള അൽമായ പ്രമുഖരെയും ഈ സമയത്ത് ഓർക്കുകയാണ്. പ്രകാരം ഒരു വീഡിയോ ക്രമീകരിക്കുന്നതിന് വേണ്ടി യത്നിച്ചതും ഇതിന് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതും ഈ ഇടവകയുടെ ട്രസ്റ്റിയും മംഗലപ്പള്ളി കുടുംബ അംഗം കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോബി മാത്യു പുന്നശ്ശേരിയാണ്. അദ്ദേഹത്തോടും ഉള്ളതായ നന്ദി സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്റെ ഓർമ്മ ആചരിക്കുന്ന ഈ അവസരത്തിൽ ആ വന്യ പുരോഹിതന്റെ ജീവിതയാത്ര നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്റെ പ്രാർത്ഥന എന്നാളും നമുക്കും നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ സഭയ്ക്കും കാവലായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഈ വീഡിയോയിൽ സഹകരിച്ചിട്ടുള്ള എല്ലാവരോടും ഉള്ളതായ നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മോചനമാചാര്യർക്കീതുക ഹല്ലേലൂയ. ശ്രേഷ്ഠമതാം തനുരക്തങ്ങളെ മോചനമിഴുവാൻ പാവന ബലിപീഠേ കൈകളിലാക്കോ ക്ഷീച്ചവരായി ദയറാദേവാലയമിവയിൽ ശുശ്രൂഷിച്ചോരാചാര്യന്മാർ ചെമ്മാശന്മാരെന്നിവരുടയ കടഭാരം തിരുമേയാൽ നീക്കി പോക്കണമേ. പാപം രുധിരത്താൽ പാടിടും നാദാസ്തുതിയൻ നവർ നിൻ വലഭാഗേ